അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധനിനിയും തന്നെ തന്നെ വിശദീകരിക്കട്ടെ. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവനായ വിധിയിൽ നിന്നു തെറ്റിയൊഴിയുമോ? ദിവ്യ തേജസ്സീനായി വിളിക്കപ്പെട്ടവരെ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യ നിത്യം നിന്നിൽ വെളിപ്പെടുത്തുവാൻ വിശുദ്ധന്മാക്കം ഒരിക്കലായി പരമേൽപ്പിച്ചതാ. വിശ്വാസത്തിനായി നാമും പോർ ചെയ്തിടണം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഭക്തപ്രമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തില് വീണ്ടും ദൈവമക്കളോടൊപ്പം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിക്കുവാനും ബോധപ്പെടുത്തുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുവാനും സ്വർഗം ഒരവസരം കൂടി ഈ ഭൂമിയിൽ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ തന്നെ ഈ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കൂടിയിട്ട് ജനുവരി മാസം 15-ാം തീയതി പോകണമെന്നൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരാവശ്യം വന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി പോവാ. നിങ്ങളെ ബിന്ദു പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അതിനെപ്പറ്റി പറയുന്നില്ല. ഞാനത് ഇത്രയും സമയമായാലും ഇനിയിപ്പം ഭാഷ എന്നെ വിളിക്കത്തില്ലായിരിക്കും. ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞത് പപ്പാവ് സമയം സംസാരിക്കണമെന്ന്. ഞാനത് ഈ സാക്ഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് ഇനിയിപ്പം കഴിഞ്ഞു, ഇനി എന്നോട് കണക്കൂട്ടിയിരിക്കുമായിരുന്നു. ഓക്കെ, ഒട്ടും നമുക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം. അതിനാധാരമായി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37, 38, 39 വാക്യങ്ങൾ. ദൈവമക്കളെ, ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ ഒരുപാട് ഈ റെഫറൻസ് ഒത്തുവാക്യങ്ങൾ ചേർന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാം. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ പുതിയ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പൗലോസും ശീലാസും ബെറോവയിൽ യഹൂദന്മാരുടെ പള്ളികളിൽ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള ഭക്തജനങ്ങൾ അത് വചനം പൂർണ്ണ ജാഗ്രതയോടെ അന്വേഷിച്ചതല്ലാതെ അത് അപ്പടി തന്നെയാണോ എന്ന് ദിനംപ്രതി പരിശോധിച്ചു പോരുന്നു. കാരണം ഈ പറയുന്നത് ശരിയാണോ എന്ന് അറിയണം. അതിനുവേണ്ടിയാണ് റെഫറൻസ് എഴുതിയെടുത്ത വീട്ടിൽ പോയി വായിക്കണമെന്ന് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിലൂടെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീടുകളിൽ ഉപയോഗിക്കുന്ന സുവിശേഷം എനിക്ക് ആ സുവിശേഷം എനിക്ക് ഇഷ്ടം കൂടുതലും. അപ്പൊ വ്യക്തിപരമായി എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയും, അല്ലേ? നമ്മളൊക്കെ ഒരുപാട് വചനം കേൾക്കുന്നവരാണ്. ഭാഷ ഇപ്പം പറഞ്ഞ വചനമാണെങ്കിൽ അത് മതി, അല്ലേ? കാരണം ഈ വചനത്തിന്റെ ഒക്കെ സാരം എന്താ? അപ്പോൾ സഭാപ്രസംഗിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു: എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക, അവരുടെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ. അവിടെ ദൈവിക കൽപ്പന പ്രമാണിക്കുക, അതാണ് വന്നത്, അല്ലേ? കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടോമച്ചാന്റെ അവിടെ പോയപ്പോൾ കാരണം സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് ദൈവഭാഗത്തെ കടന്നു പോയുള്ള കാരണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. കാരണം ഞാൻ ഏറ്റു. എന്നോട് സ്നാനം ഏൽക്കുവാൻ വേണ്ടി ഒരു വ്യതികോസ് ഭാഷണം പറഞ്ഞതല്ല, ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ സ്വയം വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് സ്നാനത്തെ പറ്റി, അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് കാരണം ഞാൻ അന്നത്തെ നിങ്ങൾക്ക് മുഖ്യമന്ത്രി അവരുടെ ഉണ്ടായിരുന്നു, അല്ലേ? ഞാൻ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സ്നാനം കറക്റ്റ് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ പ്രിയമുള്ളവരെയും ഞാൻ കാരണം പല പ്രാവശ്യം മനസ്സിലോർത്തു സ്നാനപ്പെടണം മനസ്സിലോർത്തു. എന്നാല് കാരണം എനിക്ക് അങ്ങനെയല്ല. കാരണം ഞാൻ ആദ്യം ഓർത്ത് സ്നാനം എന്ന് പറഞ്ഞാല് കാരണം ബന്ധുക്രിസ്തുവരോട് ചേരുവാൻ വേണ്ടി ആ സ്നാനമുള്ളവരെ കണക്കൂട്ടിയായിരുന്നു എൻ്റേത്. എന്നാൽ അങ്ങനെയല്ല, സ്നാനം യേശുവിനോട് ചേരുവാൻ വേണ്ടി ആണ് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്നാനപ്പെടണം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. പല പ്രാവശ്യം അത് ഞങ്ങൾ ഓരോ ഡേറ്റ് മാറി പോയി. എനിക്ക് ആകെ ഉള്ളപ്പോൾ ഒരു സൗകര്യം ഉള്ളപ്പോൾ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 5-6 മാസം നീട്ടിയത്.
എന്നാലൊരു സുപ്രഭാതത്തില് വെളുപ്പിനെ വരുന്ന എനിക്ക് 4 മണിയായപ്പോഴേക്കും ദർശനമുണ്ടായി. ഇങ്ങനെയാണ് ദർശനം ഉണ്ടത്. അത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായമാണ്. 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലാണ് ഞങ്ങൾക്ക് ആ വെളിപ്പാടുണ്ടായത്. അതോടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. പിന്നെ വിശ്വസിക്കുന്നവരിൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കും, പൊതുഭാഷകളിൽ സംസാരിക്കും, പിന്നെ മണ്ഡലമായി അവരെന്ത് കുടിച്ചാലും കഴിച്ചാലും ഒരു ഹാനി വരികയില്ല. അപ്പൊ ആരാണ് സ്നാനപ്പെടേണ്ടത്? വിശ്വസിച്ച് സ്നാനപ്പെടണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. സ്വതം അല്ലേ? ഞാൻ അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയ ദൈവമക്കളെ. കാരണം സാത്താൻ അവന്റെ പ്രവൃത്തി വളരെ തികച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നരകത്തിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ അവന്റെ വരവ് ഏറ്റവും അടുത്തു. അതുകൊണ്ട് അവൻ പരാക്രമശാലിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവ കൽപ്പന പറഞ്ഞിരിക്കുന്ന ദൈവിക ആലോചന പ്രകാരം, ദൈവിക കൽപ്പന പ്രകാരം പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് നീങ്ങണം അല്ലെ? ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. കാരണം ഞങ്ങളുടെ വീടിന്റെ ഒരു 3-4 വീടിന് അപ്പുറമാണ്, 1/2 കിലോമീറ്റർ ദൂരം പോലും ഇല്ല. കോയമ്പത്തൂർ ഒരു മോളെ കൊണ്ട് പോയി. കാരണം വണ്ടി ഇടിച്ച് അവർ 3 പേര് ഒരുപോലെ മരണപ്പെട്ടു. കാരണം ബിന്ദുവിന്റെ ഏറ്റവും അടുത്ത കസിൻ സിസ്റ്ററാണത്. കാരണം ഏറ്റവും അടുത്തൊരു പെൺകൊച്ചാണ്. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്നപ്പോൾ അവരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ്. അവർ പറയുന്നത് അറിയാമോ? ഇത്രയും വലിയ പള്ളിയും ഇത്രയും വലിയ ശവക്കോട്ടയും ഒക്കെ വിട്ടിട്ട് നിങ്ങളെ കാട്ടിൽ പോയി കിടക്കാൻ പോവാ അല്ലേന്ന് ചോദിക്കും. നിങ്ങളുടെ പിള്ളേരെ എവിടെ കെട്ടിക്കുമെന്നാണ് അവർ ഞങ്ങളോട് ചോദിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പം ആ ബോഡി ഇന്നലെ രാത്രി കൊണ്ടുവന്ന് നാളെ അവരുടെ ശവടക്കമാണ്. അപ്പനും അമ്മയും അവരുടെ ഒരു മോള് മരിച്ചില്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ മോള് കിടക്കുകയാണ്. അവർ 2 മാസം പ്രായമായ ഒരു കുഞ്ഞു കൊടുക്ക കിടക്കുകയാണ്. ഇന്ന് രാവിലെ പറഞ്ഞിട്ട് മുറിഞ്ഞകളിൽ 4 പേർ ഒന്നിച്ച് മരണപ്പെട്ടു. ഇന്ന് രാവിലെ മരണപ്പെട്ടു. അത് കാരണം വെറും 15 ദിവസമായുള്ള വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ സാത്താൻ പ്രിയമുള്ള ദൈവ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ അല്ല, കാരണം അവന് ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ട്. ദൈവമക്കളെ അവർക്ക് തൊടുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ മക്കളാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ ദൈവമക്കളാണ്. ദൈവീയ കൽപ്പന പ്രമാണിക്കുന്നവരെ ദൈവ മക്കളാണ്. അവരെ തൊടുവാൻ സാത്താന് കഴിയത്തില്ല. അവന് ഭൂമിയിൽ അവൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യത്തെ പറ്റിയല്ല പറഞ്ഞത്. നമ്മുടെ കാര്യമെല്ലാം ദൈവവചനം കേൾക്കുന്നവരാണ്, വളരെ ആത്മീയത്തിലുള്ളവരാണ്. ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത്, നമുക്കറിയാവുന്ന മക്കൾ ഒരുപാട് ആൾക്കാരുണ്ട്. പലയിടത്തും നമ്മുടെ ജോലി സ്ഥലത്തും ജോലി മേഖലയിലൊക്കെ കാരണം ഉള്ള പലരുമുണ്ട്. സാത്താന്റെ വഞ്ചന നിങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദൈവിക കൽപ്പന പ്രമാണിക്കണം. ഇതില്ലേ നമുക്ക് നിത്യരാജ്യം കിട്ടണ്ടേ? ഇവിടുന്ന് മരിച്ചു പോയാൽ മതിയോ? 70-80 വർഷം ജീവിച്ചിട്ട് ഇവിടുന്ന് മരിച്ചു പോയാൽ നമ്മുടെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? അത് പ്രിയമുള്ള ചിന്തിക്കണം. ഇവിടെ ഉണ്ടാക്കുന്നതല്ല. ഇവിടെ നമ്മുടെ കാര്യം നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ എത്ര കുട്ടിയാലും ഇവിടെ കുറെ കാലം നമ്മൾ ജീവിക്കും. എന്നാൽ നമുക്കത് 1000 ആണ്ട് നമ്മുടെ ക്രിസ്തുവിനോട് വാഴണമെങ്കിൽ പ്രിയമുള്ളവരെ ദൈവിക കൽപ്പന നമ്മൾ പ്രമാണിക്കണം. അത് ദൈവിക ആലോചന പ്രകാരം വേണം നാം മുന്നോട്ട് പോകുവാൻ അല്ലേ? കാരണം നാം വായിച്ച പ്രിയവാക്യത്തിലേക്ക് നാം വീണ്ടും കടന്നു വരികയാണ്. ഞാൻ ആദ്യം സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 37, 38, 39 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. വചനം കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവര് കാരണം പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനുള്ള കാരണം ഞങ്ങൾ ഇനിയും കാരണം വചനമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, വചനമൊക്കെ കേട്ടു. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ് പ്രിയമുള്ളവരെ. ഇത് ആദ്യം മുതൽ അവസാനം വരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഈ പുസ്തകം മുഴുവൻ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. ഇത് ദൈവമക്കൾക്കുള്ള ആലോചനയാണ്. ഇത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുള്ള ആലോചന ദൈവം പ്രചരിക്കുകയാണ്. ഇതനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യരാജ്യത്തിന് അവകാശമാവുകയുള്ളൂ. ഇത് ക്രൂശിന്റെ വചനമായി. ഇത് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയുമാണ്. ഇത് ക്രൂശിന്റെ വചനമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ വചനം ലേഖനത്തിലെ കടന്നപ്പോൾ പറഞ്ഞിരിക്കുന്നു 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയിൽ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുക തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനമാണ് അല്ലെ? ഈ വചനമാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. കാരണം യോഹന്നാൻ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു അല്ലെ? ഈ വചനത്തെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു അവിടെ ഈ വചനത്തെ പറ്റി പറയുന്നത് ആ വെളിപ്പാട് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ഈ വചനം വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാ. അപ്പൊ ആരായി ഭാഗ്യവാന്മാര്? കാരണം കൂടാനുകൂടി ഭാഗ്യമുള്ളവരെന്നാ ഭാഗ്യവാന്മാര് അല്ല. ഈ വചനം വായിക്കുന്നവര് അല്ലെ, വായിച്ച് കേൾപ്പിക്കുന്നവർക്ക്, മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുന്ന എല്ലാം ഭാഗ്യവാന്മാരാ. ദൈവത്തിന്റെ വചനം പറയുന്നു
അല്ലെ? അങ്ങനെ വരുമ്പോൾ കാരണം ഭൂമിയിൽ കാരണം ഇതെന്നാല് പലപ്പോഴും വചനം കേട്ടിട്ടും അത് ആർക്കും അത് ഉള്ളിലൂടെ ക്രിയ ചെയ്യത്തില്ല. അത് എന്തുകൊണ്ടാണ് ക്രിയ ചെയ്യാത്തത്? കാരണം ഒരു പിടി സാത്താന്റെ കയ്യിൽ കിടക്കുക. പലപ്പോഴും നമ്മുടെ ദൈവ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പിടി അവന്റെ കയ്യിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകത്തന്നെ മറഞ്ഞിരിക്കുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം ഉണ്ടല്ലേ, അവിശ്വാസം മനസ്സിനെ കൂട്ടാൻ വെച്ചിരിക്കുക. അവർക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എത്ര കേട്ടാലും വചനം മനസ്സിലാകത്തില്ല. ദൈവമക്കളെ, 40 പരം എഴുത്തുകാർ 1600 വർഷം കൊണ്ട് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണിത് അല്ലെ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വചനം കിടക്കുക. 66 പുസ്തകങ്ങളായിട്ട് 1289 അധ്യായങ്ങളുടെ വചനം കിടക്കുകയാണ്. ഈ വചനം നമുക്ക് ദൈവമക്കൾക്കുള്ള വചനങ്ങളായത്. ആമേൻ. കാരണം ഇതൊരു ചങ്ങല പോലെ ഒരു മുത്തുമാല പോലെയായി ഈ വചനം കിടക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനങ്ങൾ. ഈ എഴുതിയിരിക്കുന്നത് ഈ എഴുത്തുകാര് ആദ്യം എഴുതിയ ഈ എഴുത്തുകാര് അവസാനം എഴുതിയ പഴയ നിയമത്തിൽ എഴുതിയ എഴുത്തും പുതിയ നിയമത്തിലെ ഈ എഴുത്തും ഒക്കെ വെച്ച് 40 പരം എഴുത്തുകാർ എന്ന് പറയുമ്പോൾ ആദ്യം എഴുതിയ ആളിനെ അവസാനം അവർ കണ്ടിട്ടില്ല. കാരണം അതുപോലെ അങ്ങനെയായി കിടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. വചനത്തിൽ പുസ്തകത്തിൽ ഇത് ബൈബിളിൽ ചെതറിക്കിടക്കുകയാണ്. ദൈവത്തിന്റെ വചനം ചെതറിക്കിടക്കുകയാണ്. ഇത് കൃപയുള്ള ദൈവമക്കള്, ദൈവദാസന്മാര് ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. യെശയ്യാപ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 34-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിവീൻ അല്ലെ? അവയിൽ ഒന്നും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായാണ് കൽപ്പിച്ചത്, അവന്റെ ആത്മാവാണ് അവയെ കൂട്ടി വരുന്നത് അല്ലെ? ഒന്നും ഇണയില്ലാതിരിപ്പില്ല. എല്ലാം ഇണക്കി ഇങ്ങനെ കിടക്കുകയാണ് അല്ലെ? ഇത് ചങ്ങല പോലെ കിടക്കുന്ന ഒരു വചനമാണിത് പ്രിയമുള്ളവരെ. കാരണം വായിച്ച വചനത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അവിടെ അപ്പം വചനം കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. അപ്പൊ വചനം കേട്ടാൻ പറ്റിയല്ല, ഇത് കുത്തുകൊള്ളണം. എന്താണ് ഈ പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? കുത്തുകൊള്ളണം. ഇത് കുത്തുകൊണ്ടു അല്ലെ? അപ്പൊ ലുദിയായുടെ ഹൃദയം നമുക്ക് അവിടെ ഒരു 16-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു ലുദിയായുണ്ട്. ലുദിയായെ കാണിക്കുന്നുണ്ട്. 16-ന്റെ 14 എന്ന് വായിച്ച്. അപ്പൊ അപ്പോസ്തലർ 16-ന്റെ 14. മതി. അപ്പൊ ഈ ലുദിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആരായിരുന്നു അറിയാമോ? വളരെ ദൈവഭക്തിയായ ഒരു സ്ത്രീ ആയിരുന്നു. അവരെ കാരണം എല്ലാ ഞായറാഴ്ച അവർ പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയുടെ മിറ്റുമൊക്കെ തൂത്ത് മിനുക്കി കൊടുക്കുമായിരുന്നു. അച്ഛന്മാർക്ക് കഞ്ഞിയും കാപ്പിയും ഒക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ വലിയ ഭക്തിയായ സ്ത്രീ ആയിരുന്നു അവര്. പക്ഷെ അവർക്ക് വചനം കേൾക്കുമ്പോഴല്ലോ അവർക്ക് വചനം മനസ്സിലാവത്തില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞില്ലേ, അത് പൗലോസിന് അത് മനസ്സിലായി. ഇവിടെ ചുമ്മാതെ കേട്ട് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ? യഹസ്കേൽ പ്രവചനം അതിന്റെ 33-ാം അധ്യായം എടുത്ത്, യഹസ്കേൽ 33-ന്റെ 31 എടുത്ത്. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് നിന്റെ ജനമായിട്ട് അപ്പൊ പറയാം. അപ്പൊ എല്ലാരും കടന്നു വരുന്നുണ്ട്, എല്ലാരും കുത്തി വചനം കേൾക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. ദുരാഗ്രഹത്തെ മതി അതില്ലേ? പലരും കടന്നു വരുന്നുണ്ട്. സംഘം കൂടി വരുന്ന പോലെ എല്ലാവരും രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് വലിയ പാടുപെട്ട് വരികയും ഇങ്ങനെ ഞാൻ ഒരിക്കൽ എന്നെ എത്തിയിരിക്കട്ടെ, ഞാൻ നമ്മുടെ പിള്ളേരെ കാര്യം ആരുമല്ലോ പറയുന്നത്. പലരും വന്നിട്ട് സംഘം കൂടി വരുന്ന പോലെ ഒരു വചനം കേൾക്കാൻ പറ്റുക. വെറുതെ അവർ വന്ന് കുറച്ചു നേരം അവിടെ ഉറങ്ങുക, തൂങ്ങുക, ഇതിനോട് ഇങ്ങനെ കേട്ടിട്ട് പോവുക. അവിടുത്തെ ഉള്ളിൽ വചനം ക്രിയ ചെയ്യുന്നില്ല. കാരണം മത്തായി സുവിശേഷം കടന്നു വരുമ്പോൾ 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ കേൾക്കുന്നത് കൊണ്ട് എന്റെ കൽപ്പനയെ മൃതമായി ഭജിക്കുന്നു. എന്നാല് കാരണം വചനം മീൻസ് അവർ മനസ്സിലാകുന്നില്ല. അവരുടെ പള്ളിഭക്തിയാണ്. പള്ളിഭക്തി പോയിട്ട് അവരുടെ പുരോഹിതൻ എന്താണ് പറയുന്നത്, അവരുടെ ബാബ എന്താണ് പറയുന്നത്, അവരുടെ പോപ്പ് എന്താണ് പറയുന്നത്, അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുക.
ദൈവം യേശു പറയാണ്, ഈ ജനം അതിനെ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്, എന്നാൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ല. അവരല്ലേ പലപ്പോഴും അവർ ദുരാഗ്രഹത്തെ പിന്തുടർന്ന് മുന്നേറിക്കൊണ്ടിരിക്കുക, അല്ലേ? അതാണ് അവിടെ. അപ്പം എന്താണ് പ്രിയമുള്ളത്, നമുക്ക് അറിയേണ്ടത് വചനം കേൾക്കണം. വചനം കേട്ടാലേ നമുക്ക് പറ്റത്തുള്ളൂ. വചനം കേട്ട് വചനം ഗ്രഹിക്കണം. കേട്ടാൻ പറ്റിയല്ല, ഗ്രഹിക്കണം, അല്ലേ? കാരണം യോശുവയുടെ ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവ 1:5 പറഞ്ഞു, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, അല്ലേ? ഞാൻ മോശയോട് ഇരുന്ന പോലെ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതിങ്ങോട്ട് വന്നിട്ട് ഇത് 2-3 ആഴ്ച മുമ്പ് നമ്മുടെ സാം ഇതിനെപ്പറ്റി പറഞ്ഞതാണ്, ഈ ഒരു പ്രബോധനം പറഞ്ഞപ്പോൾ. എന്നാൽ സാം അതിന്റെ 5ഉം 6ഉം 7ഉം വാക്യങ്ങൾ എടുത്തു, 9ഉം പറഞ്ഞു. എന്നാൽ ഞാൻ 8ാം വാക്യം പറഞ്ഞില്ല. പക്ഷെ 8ാം വാക്യം എന്റെ കണ്ടന്റായ പ്രധാന ഭാഗം 8ാം വാക്യമാണ്. 8ാം എടുത്ത് ആവർത്തന പുസ്തകം എടുത്ത് യോശുവ 1:8 എടുത്ത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും മതി രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നീ വചനം പിന്നെ വായിൽ നിന്ന് മാറിപ്പോകരുത്. ആവർത്തന പുസ്തകത്തിൽ കടന്നതിന് ആവർത്തന പുസ്തകം 6ാം അധ്യായം 6ാം വാക്യം വായിച്ചു. ആവർത്തനം 6:6 നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം, വീട്ടിലിരിക്കുമ്പോഴും മതി. അപ്പൊ എന്താ പറയുന്ന വചനം കേട്ടിട്ട് ഇത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. വചനം കേൾക്കുന്ന വചനം നമ്മുടെ മക്കൾക്ക് നമ്മുടെ ദിവസവും അവരുടെ ചെവിയിലേക്ക് നമ്മൾ ഓതി കൊടുക്കണം. ഇത് അവര് ഗ്രഹിക്കണം. അവര് വചനം കേൾക്കണം. വചനം നമുക്ക് മാത്രം പറഞ്ഞാൽ കേട്ടപ്പറിയാ, നമ്മുടെ മക്കൾക്ക് അവർക്കും കൊടുക്കണം, ഇല്ലേ? എന്ന് പറഞ്ഞാൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, ഇല്ലേ? അവന്റെ അധ്വാനഫലം അവൻ കഴിക്കും, അവൻ ഭാഗ്യവാൻ. യെരൂശലേമിൽ നിന്ന് അവന് നന്മ വരും, അവന്റെ ഭാര്യ അവന്റെ വീട്ടിൽ നിന്ന് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും അവന്റെ മക്കൾ അവന്റെ മേശ ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കും, അല്ലേ? യഹോവ ഭക്തൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അവർ മക്കളെയും മക്കളെയും പോരാ. ഇപ്പൊ മക്കളുടെ മക്കളെയും കാണാൻ അധികം പ്രായമൊന്നും വേണ്ട. എനിക്ക് മക്കളും ഉണ്ട്, മക്കളുടെ മക്കളും ഉണ്ട്. അത് പോരാ. നമുക്ക് അവരുടെ മക്കളെ നമുക്ക് കാണണം. അതാണ് ആയിരിക്കണം നമ്മുടെ വാർത്തത്വചനം, അല്ലേ? അപ്പം നമ്മൾ ഈ 128 സംഘത്തിൽ പറഞ്ഞിരിക്കുന്നതാ, മക്കളെയും അവരുടെ മക്കളെയും കാണുന്നു. പോരാപ്പോഴേ നമ്മുടെ മക്കളെ അവരെ കണ്ടാൻ പറ്റില്ല. ഇപ്പം ഒരു 45-47 വയസ്സുള്ളവർക്ക് കാണാൻ പറ്റില്ല. അത് വേണ്ട. നമുക്ക് അവരുടെ മക്കളെ കാണണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. മക്കളെ അങ്ങനെ ആയിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഇത് നമുക്ക് ഇത് പുതിയ നിയമം, പഴയ നിയമം തൊട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അറിയില്ല ഇതെന്താണ്, എങ്ങനെയാണ് ഈ ഒരു പശ്ചാത്തലം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടല്ല. ന്യായപ്രമാണം ഈ മോശയുടെ ന്യായപ്രമാണം കൊണ്ടും പഴയ നിയമം കൊണ്ടും ഒരു ജഡവും രക്ഷിക്കപ്പെടുന്നതല്ല എന്ന പിതാവായ ദൈവത്തിന് മനസ്സിലിവ് തോന്നിയത് കൊണ്ട് തന്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് തന്റെ 30ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനമേറ്റ ഉടനെ ആരുടെ കീഴിലാണ് സ്നാനമേറ്റത്? സ്നാപകന്റെ കീഴില്. സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എന്റെ പ്രിയ പുത്രൻ. അപ്പോൾ നമ്മളെല്ലാം പുത്രന്മാരും പുത്രിമാരും ഒക്കെയാണ്. എന്നാൽ പ്രിയ പുത്രനാകണമെങ്കിൽ, പ്രിയ പുത്രിയാകണമെങ്കിൽ ദൈവിക കൽപ്പന പ്രമാണിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അന്തരമാണ്. അതുവരെ ദൈവത്തിന്റെ പുത്രനായിരുന്നു യേശുക്രിസ്തു, അല്ലെ? ഈ സ്നാനമേറ്റ ഉടനെ സ്വർഗത്തിന് സ്വരമുണ്ടായി. ഇവന്റെ നമുക്കത് വായിക്കാം. മത്തായി സുവിശേഷത്തെ 3-ാം അധ്യായം 16-ാം വാക്യം എടുത്തേ. മത്തായി 3:16. മതി. അപ്പം യേശു 30 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പ്രിയപുത്രൻ എന്ന് വിളിച്ചില്ല. എന്നാൽ ദൈവിക പിതാവിന്റെ കൽപ്പന അനുസരിച്ചപ്പോഴാണ് അവനെ പിതാവ് അവന്റെ സ്വന്തം പുത്രനാക്കി മാറ്റുന്നത്, അല്ലേ? നമ്മളെ കർത്താവ് പുത്രന്മാരും പുത്രിമാരും ഒക്കെ ആക്കി വെച്ചിരിക്കുക. നമ്മുടെ ദൈവിക കൽപ്പന പ്രമാണിച്ചവരാ, അല്ലേ? കാരണം ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ കടന്നു വായിക്കണ്ട. 22-ാം വാക്യം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്.
മത്സരം, ദൈവവചനം മത്സരം ആഭിചാര ദോഷം പോലെയും സാഠ്യ മിഥ്യാമൂർത്തി പൂജ പോലെയും പറയുന്നു. ദൈവവചനങ്ങളോട് നമ്മൾ ആരും മത്സരിക്കാൻ പാടില്ല. ദൈവവചനം കേട്ട് നമ്മുടെ ദൈവദാസന്മാർ വചനം പറയുമ്പോൾ ഇത് നമുക്ക് ദൈവം നേരെ മുന്നേ വന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയല്ല, ഇത് അങ്ങനെ ചെയ്യുകയൊന്നും പറയത്തില്ല, അല്ലേ? അങ്ങനെ അതിൻ്റെ കാരണം നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്, ദൈവദാസന്മാരെ കർത്താവ് തന്നിട്ടുണ്ട്. ഈ വചനം അവർ പറയുന്ന വചനം നമ്മൾ ഏറ്റെടുക്കുക. അതാണ് കാരണം പഴയ നിയമത്തിൽ നമ്മളെ കാരണം പുതിയ നിയമത്തിൽ നമ്മുടെ വിശ്വാസത്താല എല്ലാം വിശ്വാസ കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നത്, അല്ലേ? പഴയ നിയമത്തിൽ നമ്മുടെ യാഗങ്ങളും ഹോമയാഗങ്ങളും പ്രസാദവും ഒക്കെ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ വന്നിരിക്കുമ്പോൾ വിശ്വാസമാണ്. കർത്താവ് യേശു നടത്തുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കാൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. പഴയ നിയമത്തിലെ വലിയ കാളുകളെയും അതുപോലുള്ള വലിയ ആളുകളെയും ഒക്കെ യാഗം കഴിക്കുമായിരുന്നു. അതിന് പകരം ഒരു ആളെ അടക്കുന്ന വൈകിട്ട് സ്തോത്രം നമ്മുടെ വായിൽ നിന്ന് വരികയാണെങ്കിൽ ദൈവം പറഞ്ഞു അതാണ് ഏറ്റവും വലുത്. അപ്പം പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് 33 തിരുവയസ്സിലെ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ രോഗത്തെയും ശാപത്തെയും പാപത്തെയും അവൻ കാൽപുറയിൽ വഹിച്ചു, അല്ലേ? ആ സകല രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മൾ ഈ രോഗിയായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ല, നമ്മൾ രോഗികളായിട്ട് നമ്മളെ രോഗമില്ലാത്ത നമ്മുടെ യേശു ക്രിസ്തു ഭൂമി കടന്നു വന്നിട്ട് ആ രോഗം മുഴുവൻ അവരുടെ ശിരസിൽ വഹിച്ചു. പാപമില്ലാത്ത യേശു പാപികളായ നമ്മുടെ പാപം തീർക്കാൻ വേണ്ടി നമ്മളെ അവരുടെ പാപം മുഴുവൻ അവരുടെ ചുമലിലേറ്റു, അല്ലേ? ശാപമില്ലാത്ത യേശു ശാപത്തിന് അട്ടകളായിരുന്ന നമ്മളെ അവരുടെ ശാപം തീർക്കാൻ വേണ്ടി യേശു കടന്നു വന്ന് നമ്മുടെ ശാപത്തെ അനുഭവിച്ചു. അതുകൊണ്ട് നമുക്കിനി രോഗമില്ല, ശാപമില്ല, പാപമില്ല. അവന്റെ അടിപ്പിടരാനുള്ള സൗഖ്യം, അവന്റെ തിരുമുറിവിനുള്ള സൗഖ്യം നാം ഏറ്റെടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ, വാക്തത്വ വചനങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് വാക്തത്വ വചനം അത് തന്നിരിക്കുകയാണ്, അത് നമ്മൾ പറയണം, അല്ലേ? ആ വാക്തത്വ പാമ്പുകളെയും തേളുകളെയും ശത്രുക്കളുടെ സകല ബലത്തെയും ചവിട്ടാൻ നമുക്ക് അധികാരം തന്നിരിക്കുക. ആ അധികാരം വെച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാന്. ദുഷ്ടപിശാച് അവൻ ഇങ്ങനെ അലർന്ന സിംഹം പോലെ കറങ്ങി നടക്കുകയാണ്, അവൻ ജനത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അവന്റെ വചനയെ നമ്മൾ അകപ്പെട്ടു പോകരുത്, അല്ലേ? വചനം യേശു എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ കൽപ്പന എന്താ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ നമ്മൾ ജീവിക്കുക, മുന്നേറുക, അല്ലേ? ഇത് വന്നിട്ട് കാരണം അവൻ തന്റെ സ്ഥാനം 30-ാമത്തെ വയസ്സ് സ്ഥാനം എടുത്തപ്പോൾ 3.5 വർഷക്കാലം അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തിട്ട്, അല്ലേ? അവൻ ഈ ഭൂമിയിൽ നിന്നും അവനെ ക്രൂശമരണം ഏറ്റ് അവൻ മുന്നോട്ട് പോവുകയാണ്. അവൻ 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചു. 40 ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ട് തന്റെ അവസാന സമയം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ വാക്തത്തിനുമായി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം വെച്ച്, യോഹന്നാൻ 16:7. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. മതി. അപ്പം ആത്മാവ് പരിശുദ്ധാത്മാവ് നമുക്ക് വരുമ്പോഴാണ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നമുക്ക് ബോധം വരുന്നത്. ആത്മാവില്ലാത്തതിന് ഒരിക്കലും ചിന്തയില്ല. അപ്പൊ അവന് അറിയത്തില്ല എന്താണ് ഈ പാപം, എന്താണ് മറ്റൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ആത്മാവ് പ്രാപിക്കണം, ആത്മാവ് പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കണം പറയുന്നത് കൊണ്ടാണ്. കാരണം ആത്മാവ് കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ആത്മാവിന്റെ ആ ശക്തി കൊണ്ട് നമുക്ക് പറ്റത്തുള്ളൂ, അല്ലേ? കാരണം അപസ്വരത്തിൽ വീണ്ടും കണ്ടു വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായം 4-ാം വാക്യം വെച്ച്, 1-ാം അധ്യായം 4-ാം വാക്യം. മതി. അപ്പം വാക്തത്തിനായി കാത്തിരിക്കാൻ വേണ്ടി പിതാവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വാക്തത്തിന് കാത്തിരിക്കണം. അങ്ങനെ ഈ യേശു കടന്നു പോകുമ്പോൾ ഈ ശിഷ്യന്മാരെ ഇങ്ങനെ യേശുവിനെ നോക്കി നിൽക്കുകയാണ്. അപ്പം യേശുവിനോട് എന്താ അവരുടെ ശിഷ്യന്മാരുടെ മനസ്സിലെ ചിന്ത ഒരു പക്ഷേ ഇത്രയും നാൾ ശിഷ്യന്മാർക്ക് അപ്പം കൊടുത്തു, ശിഷ്യന്മാരെ യേശുവിന്റെ കൂടെ നടന്നു, അയ്യോ ഇവൻ ഇനി പോവാണല്ലോ, ഞങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ചിന്തയിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോഴാണ് അപ്പോസ്തലരുടെ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തന്നെ അവൻ മടങ്ങി വരുന്ന ഒരു വാക്യം കേട്ടു, അല്ലേ? അപ്പം എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി വാക്തത്തിന് അപേക്ഷിച്ച് പറഞ്ഞിട്ട് പോലെ നിങ്ങൾ വാക്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 120 പേരെ, ഞാൻ വേഗം തീർക്കുകയാണ്, 120 പേരെ മർക്കോസിന്റെ അമ്മാളി മുറിയിൽ കൂടി. അന്ന് യേശുവിന്റെ അമ്മ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ അമ്മയ്ക്ക് ആത്മാവിനെ യേശു തനിയെ കൊടുത്താൽ മതിയായിരുന്നല്ലോ.
യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ഈ സഹോദരന്മാർ 4 പേരുണ്ടായിരുന്നു. പിന്നെ വചനം വായിച്ചതൊക്കെ മനസ്സിലാവത്തുള്ളൂ. യേശുവിന്റെ സ്വന്തം അമ്മ പ്രസവിച്ച 4 സഹോദരന്മാർ ഉൾപ്പെടെ അവർ എല്ലാവരും കൂടെ യേശുവിന്റെ വാക്തത്തിന് വേണ്ടി കാത്തിരുന്നു. ആമേൻ. അങ്ങനെയാണ് ആ വാക്തത്തെ കാത്തിരുന്നത്. 10ാമത്തെ ദിവസം കൊടിയൊരു അഭിഷേകം അവരുടെ മേലുണ്ടായി. അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ആ സംസാരിച്ച അപ്പൊ പത്രോസ്, പേടിച്ചിരുന്ന പത്രോസ് ആത്മാവ് വന്നതിനെ ചാടി എഴുന്നേറ്റു. അപ്പോഴത്തെ തൊട്ട് അങ്ങാപ്പുറത്തെ യേശുവിന്റെ ദേവാലയത്തിൽ വലിയ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ദേവാലയത്തിൽ അങ്ങനെയാണ്. പെരുന്നാൾ നടക്കുമ്പോഴത്തെ ഭയങ്കര ചെണ്ടയും അവിടെ കൊട്ടും പാട്ടും അതുപോലുള്ള റാസയും ബഹളവും ഭയങ്കര ആടാണ് നടക്കുന്നത്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയിരിക്കുമ്പോൾ, ഈ പാവങ്ങളായ 120 പേര് മർക്കോസിന്റെ മാളികൾ കൂടിയിരിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഈ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഈ 3000 പേരാണ് അന്ന് ഓടി വരുന്ന ഈ ഇവിടുത്തെ ബഹളം കൊണ്ടുകൊണ്ട് ഓടി വരുന്നത്. അവർ വരുമ്പോൾ അവരുടെ ഭാഷകളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലായി ഇതെന്താണെന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ ഈ പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്. പത്രോസിനോട് ഇവർ ചോദിച്ചു, ഈ വാക്തത്വം ഞങ്ങൾക്ക് വേണം, ഈ ആൽബം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ എന്ത് ചെയ്യണം? വചനം കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവരോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് പത്രോസ് അവർക്ക് ആ മറുപടി കൊടുത്തത്, അല്ലേ? അപ്പൊ യേശു ശിഷ്യന്മാരുടെ ഈ പോകുന്നതിന് തന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോയി, അല്ലേ, നിങ്ങളെ ഞാൻ വീണ്ടും വരും. അത് സംശയമില്ല, നമ്മുടെ യേശു വീണ്ടും വരാൻ സമയമായിരിക്കുകയാണ്, അല്ലേ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ ഒന്നുകൂടെ വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ വീഴ്ത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചേർത്തുകൊള്ളും. യേശു വാർത്തത്തെ അവിടെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. യേശു പ്രിയമുള്ള ദൈവമക്കളെ, യേശു വീണ്ടും കടന്നു വരും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി, അല്ലേ? അന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളോ ഭാരങ്ങളോ രോഗങ്ങളോ ഒരു പ്രയാസമോ ഒന്നും അനുഭവിക്കാതെ ഒരു നിത്യതയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അവിടെ ഹോസ്പിറ്റലുമില്ല, ഡോക്ടറുമില്ല, ഒന്നുമില്ല. സന്തോഷം സമാധാനത്തോടെ ജീവിതം ഇന്ന് ഈ ഭൂമിയിൽ പ്രിയമുള്ള ആർക്കും ജീവിക്കാൻ വയ്യ. അതുപോലൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്, ഇല്ലേ? അപകടങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അപകടങ്ങളായി ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നതോടും അപകടം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാരണം നമ്മളെ അറിഞ്ഞ സത്യം നമ്മൾ വിട്ടു പോകാൻ പാടില്ല. ഇതാണ് സത്യം. യാതൊരു മാറ്റവുമില്ല. ദൈവിക കൽപ്പന അനുസരിച്ച്, ദൈവിക പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോവുക. ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. യേശുവിന്റെ റോമർ 10:9 പറയുന്നത്, യേശുവിനെ യേശുവായി സ്വീകരിക്കുക, യേശുവിന്റെ കർത്താവെന്ന് വാഗുകൊണ്ട് ഏറ്റു പറയുകയും ദൈവവാനെ മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഹൃദയങ്ങളുടെ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ദൈവമക്കൾക്കുള്ളതായ ദൈവിക ആലോചനകൾ. ആമേൻ. ആർക്കും ഒരു പാസ്റ്റർക്ക് തന്റെ കൂടെയുള്ള വിശ്വാസികളെയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് അല്ലെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഒന്നും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ആർക്കും ആരുടെയും പ്രാർത്ഥനയോട് ഫലമില്ല. യഹസ്കേൽ പ്രവചനത്തിലേക്ക് കടന്നു 14-ാം അധ്യായം അതൊന്ന് 14-20 വായിച്ചു. യഹസ്കേൽ 14:20. നോഹയും ദാനിയേലും ഇയ്യോബും മതി. അപ്പം ഏത് വിശുദ്ധന്മാരെ പ്രാർത്ഥിച്ചാലും ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലും അവർക്ക് അവരുടെ സ്വന്തം നീതിയല്ല, അവർക്ക് അവരോട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ആണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കണ്ട് കുർബാന നടത്തിയാലോ 30-40 ഓരോ വർഷം കൊണ്ട് കല്യാണത്തിന് ഒരു രക്ഷയുമില്ല. അവനവൻ ശരീരിക്കുമ്പോൾ ചെയ്ത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും ഒത്തതിന് വണ്ണം പ്രാപിക്കാൻ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനം ഭാഗം വെളിപ്പെടേണ്ടതായി വരും. അത് യാതൊരു സംശയമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് തിന്മേന്മാരെ പോപ്പിനെ കൊണ്ടുവന്നിട്ട് കുർബാന നടത്തിയാക്കാം, നമ്മളെ സ്വർഗത്തിലേക്ക് വിടുന്ന വിചാരിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇത് ദൈവവചനമാണ് പറയുന്നത്, മാറ്റമില്ലാത്ത വചനമാണ്. പുരോഹിതന്മാരും അച്ഛന്മാരെ തിന്മേന്മാരും പറയുകയായിരിക്കും കേട്ടോ നിങ്ങൾ. കാരണം ഇന്നലെ ഒരു മനസ്സ് ഞാൻ പങ്കെടുത്തപ്പോൾ കേട്ടു, നിങ്ങൾ നീ നമ്മുടെ പെരുന്നാളിൽ നമ്മുടെ കുർബാന എല്ലാം ഇവരെ ഓർത്ത് പ്രാർത്ഥിച്ചു, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തോ പോഷത്രമായി വിളിച്ച് പറയുന്നത്. കാരണം ഓൺലൈനിൽ കൂടെ പറയുന്നത് എനിക്കറിയാം. ഇത് പറയുന്ന സത്യം ഇതിന്റെ യാതൊരു എനിക്ക് പേടിയുമില്ല കാര്യത്തില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വൈകിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു, അല്ലേ? കാരണം ബിന്ദു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ